ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 46-ാമത്തെ ശ്ലോകം നോക്കാം. ആയുശ്രിയം യശോ ധർമ്മം ലോകാനാശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഇത് ഈയൊരു അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം കൂടിയാണ്. ഈ ഒരു ശ്ലോകം നമ്മൾ 43 തൊട്ട് 45 വരെയുള്ള ശ്ലോകത്തിൽ കംസൻ എടുത്ത തീരുമാനവും പിന്നീട് അതിലൂടെ തൻ്റെ അനുചരന്മാരായിട്ടുള്ള ആസുരിക വൃത്തികൾ ചെയ്ത കർമ്മങ്ങളുമായിരുന്നു നമ്മൾ കണ്ടിരുന്നതെങ്കിൽ 46-ാമത്തെ ശ്ലോകത്തിൽ ശ്രീശുക മഹർഷി ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്തായിരിക്കും, ഇവർ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലം എന്തായിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ആയുഹു എന്നാൽ ആയുസ്സിനെയും, ശ്രിയം എന്നാൽ ഐശ്വര്യത്തിനെയും, യശഃ എന്നാൽ യശസ്സിനെയും കീർത്തിയെയും, ധർമ്മം എന്നാൽ തങ്ങളുടെ പുണ്യത്തെയും പുണ്യകർമ്മങ്ങളെയും തങ്ങളുടെ നല്ല ഇതിലൂടെ നേടിയ ആ പുണ്യത്തെയും, ആശിഷ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ലോകാനാശിഷ. ലോകാൻ എന്നാൽ ലോകങ്ങളെയും, ആശിഷഃ ആഗ്രഹങ്ങളെയും. ആശിഷ ഏവച എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങളെ എല്ലാത്തിനെയും തന്നെയും. ഹന്തി എന്നാൽ നശിപ്പിക്കുന്നു. ശ്രേയാംസി എന്നാൽ ശ്രേയസ്സുകളെയും. പിന്നെയോ സർവാണി എന്നാൽ സർവവിധത്തിലുള്ള എല്ലാ. പുംസഃ എന്നാൽ മനുഷ്യൻ്റെ. മഹാന്മാരിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ ധിക്കാരം കൊണ്ട്. ഇവിടെ അവസാനമായി ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ശ്രീശുക മഹർഷി ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്തായിരിക്കും ഈ കർമ്മങ്ങളുടെയൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ അസുരന്മാരുടെ ഇത്തരത്തിലുള്ള ആസുരിക വൃത്തി കൊണ്ട് ഇവർ മഹാന്മാരിൽ ഇത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ ദ്രോഹപ്രവർത്തികൾ, അതുകൊണ്ട് ഈ കംസനും കൂട്ടാളികൾക്കും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അവരുടെ ആയുസ്സിന് തന്നെയും ദോഷം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ. ഇനിയും ആയുസ്സോടെ ഇരിക്കുന്ന അത്രയും കാലം കൊണ്ട് തന്നെ അവരുടെ ഐശ്വര്യത്തിനെയും കീർത്തിയെയും അവർ നേടിയ പുണ്യങ്ങളെയും തന്നെയല്ല ലോകാനാശിഷ എന്നാണ് പറഞ്ഞത്. അതായത് അവർ നേടിയ പുണ്യം കൊണ്ട് അവരേതൊക്കെ ലോകങ്ങളിൽ എത്തിച്ചേരാമോ ആ സർവ്വലോകങ്ങളിലും അതായത് ഒരു പക്ഷേ ആ പുണ്യം കൊണ്ട് അവർ സ്വർഗം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഊർധ്വലോകങ്ങളിൽ എത്തിച്ചേരാനുള്ള അതിനെയെല്ലാം ആ അവസരങ്ങളെ എല്ലാം തന്നെയും ഈ ഇത്തരത്തിലുള്ള മഹാന്മാരെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നതിലൂടെ അവരിതിനെയെല്ലാം തന്നെയും ഹനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കൂടി തരുന്ന ഒരു ഉപദേശമാണ്. കാരണം സജ്ജനങ്ങളായിട്ടുള്ളവരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചാൽ അത് ആത്യന്തികമായി അത് നമ്മുടെ ആയുസ്സിന് തന്നെയും ദോഷം ചെയ്യും. തന്നെയല്ല, ആ ആയുസ് മൃത്യുവിനെ എളുപ്പം ക്ഷണിച്ചു വരുത്തുക. ആ മൃത്യു എന്ന് പറയുന്നത് മരണം, ഈ ദേഹത്തിൽ നിന്നും ദേഹി വിട്ടുപോകുന്ന അവസ്ഥ മാത്രമല്ല മരണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവച്ഛവമായി ജീവിക്കുന്ന അവസ്ഥയും, തനിക്കു പ്രിയപ്പെട്ടതൊക്കെ തന്നിൽ നിന്നും നഷ്ടമാകുന്ന അല്ലെങ്കിൽ അതൊന്നും തനിക്ക് ഉതകാതെ വരുന്ന, തനിക്ക് ഉപയോഗപ്രദമായി വരാതിരിക്കുന്ന ഒരവസ്ഥയും മൃത്യുവാണ്. താൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, താൻ നേടിയ
സമ്പത്തുകൾ തനിക്ക് നഷ്ടമാകാം, ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് തനിക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാതെ ഇരിക്കുക, തനിക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കിട്ടാതെ ഇരിക്കുക, താൻ നേടിയെടുത്ത യശസ് മുഴുവൻ, കീർത്തി മുഴുവൻ, തൻ്റെ ഐശ്വര്യങ്ങൾ മുഴുവൻ നിഷ്പ്രഭമായി നിൽക്കുന്ന അവസ്ഥ, താൻ നേടിയെടുത്ത പുണ്യങ്ങൾ തന്നെ ഏതൊക്കെ ലോകങ്ങളിൽ എത്തിക്കാമായിരുന്നുവോ ആ അവസരങ്ങളെയെല്ലാം തൻ്റെ കർമ്മദോഷം കൊണ്ട് സജ്ജനങ്ങളെ താൻ ദ്രോഹിച്ചതിലൂടെ ആ അവസരങ്ങളൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്കുള്ള ഉപദേശം തരികയാണ്, മഹാന്മാരെ അഥവാ സജ്ജനങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ ഇരിക്കുക. നമ്മുടെ ചിന്തകളിൽ പോലും അരുതാത്തത് വരരുത്. അത് നമുക്ക് ശ്രേയസ്സിനെയോ കീർത്തിയോ ഒന്നും തരില്ല എന്ന് തന്നെയല്ല, അത് അനുനിമിഷം നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കും, നമ്മളെ തന്നെ ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ഒരു വിദ്വേഷം തോന്നിയെന്നിരിക്കട്ടെ, അനുനിമിഷം അത് നമ്മൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ആ പുകഞ്ഞ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആ ഓരോ നിമിഷവും, ഭഗവത് വിചാരത്തിൽ കഴിയേണ്ട ഓരോ നിമിഷവും നമ്മൾ വിദ്വേഷത്തിനും വെറുപ്പിനുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മുടെ ആയുസ്സിൽ നമ്മൾ ജീവിച്ച യാതൊന്നാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അത് മറന്നുകൊണ്ട് ജീവിച്ച നിമിഷങ്ങളൊക്കെയും നമ്മൾ മരിച്ചു ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്നത് സൽബുദ്ധിയോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുന്ന നിമിഷങ്ങൾ, അതായത് ഒരായുസ്സിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് കാണാം. അല്ലാത്ത സമയമൊക്കെയും നമ്മുടെ ഉള്ളിൽ ഈ കുടിയേറുന്ന വിചാരങ്ങൾ, അതിനടിമപ്പെട്ട് കഴിയുന്ന നിമിഷങ്ങളൊക്കെയും നമ്മൾ മരിച്ചു ജീവിക്കുന്നവരാണ്. അതൊന്നും നമുക്ക് ശ്രേയസ്സും കീർത്തിയും തരികയില്ല. അഥവാ ആ തരുന്നതൊക്കെയും നിഷ്പ്രഭമാകുന്ന ഒരു അവസ്ഥ നമ്മൾ തന്നെ ഇതിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ, നമ്മുടെ വിചാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ, ഇതൊക്കെ നിഷ്പ്രഭമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലെ വെറുപ്പിനും വിദ്വേഷത്തിനും അല്ലെങ്കിൽ മോഹങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ മരണതുല്യമായ ഒരവസ്ഥയാണ്. മറിച്ച് മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയും ഈശ്വര ചിന്തയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തി ആ നിമിഷത്തിലും ജീവിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഈശ്വര ചിന്തയില്ലാതെ ജീവിക്കുന്നവർ ആരോഗ്യമുള്ള അവസ്ഥയിലും മരിച്ചു ജീവിക്കുന്നവനാണ്. ഈ ഒരു വലിയൊരു തത്വം നമുക്കറിയാം. കോടികളുടെ ബാങ്ക് ബാലൻസോ വലിയ ആർഭാടമുള്ള ജീവിതമോ ഒന്നുമല്ല നമ്മുടെ യോഗീശ്വരന്മാരെ മഹത്തുക്കളാക്കിയത്. നമ്മൾ ഇന്നും ആ പാദങ്ങളിൽ വണങ്ങുന്നത്, അവരെ ഇന്നും സ്മരിക്കുന്നത് അവർ നേടിയ ആ ഒരു ആധ്യാത്മികമായ അഭിവൃദ്ധി കൊണ്ടാണ്. അതൊന്നിനും മാത്രമേ ഈ ലോകത്തെല്ലാ കാലത്തും ശ്രേയസ്സും ഐശ്വര്യവും നിലനിർത്താൻ കഴിയുകയുള്ളൂ. മറ്റുള്ളതൊക്കെ വരുന്ന കാലത്ത് സമ്പത്തായിക്കോട്ടെ, പദവിയായിക്കോട്ടെ, മറ്റുള്ള ആർഭാടകരമായ ജീവിതമായിക്കോട്ടെ, അതുള്ളപ്പോൾ ലോകം ബഹുമാനിച്ചെന്നിരിക്കാം, ശ്രേയസ്സും കീർത്തിയും ഉണ്ടായി എന്നിരിക്കാം. പക്ഷേ ഇതൊക്കെയും ഇല്ലാതാകുന്ന, ഇതിന് ക്ഷയം സംഭവിക്കുന്ന ഒരു കാലവും വരുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയണം. ഇന്ന് ഇതിൻ്റെയൊക്കെ ബലത്തിൽ നമ്മുടെ ഉള്ളിലും അഹങ്കാരം തള്ളിപ്പുറപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയാൽ നാളെ ഇത് ക്ഷയിക്കുന്ന കാലത്ത് ഇന്ന് ഇതിൻ്റെ പേരിൽ നേടിയെടുക്കുന്ന, ഓർക്കുക, ഇന്നും ഈ ജീവിക്കുന്ന കാലത്തും സജ്ജനങ്ങളെ ബഹുമാനിക്കാതെ, ഈശ്വര വിചാരത്തോടുകൂടി കഴിയുന്നവരെ അംഗീകരിക്കാതെ, തങ്ങളുടെ സമ്പത്തും പണവും
അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും തങ്ങൾക്ക് സ്തുതി പാടുന്ന സ്തുതിപാഠകരുടെ ബലത്തിലും മതിച്ചുകൊണ്ട് നടക്കുന്നവർ അറിയുക, നാളെ ഇതൊക്കെ തന്നിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാലം വരും. ഗജേന്ദ്ര മോക്ഷത്തിലും നമുക്ക് കാണാം, ഗജേന്ദ്രനും തൻ്റെ ചുറ്റിനും ശക്തി ഏറെയുള്ള ധാരാളം ഗജങ്ങൾ തൻ്റെ ചുറ്റും ഉണ്ടെന്നും താൻ ഗജേന്ദ്രനാണെന്നുമുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നിടത്തോളം കാലം ആ ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. അതെന്നില്ലാതെയായോ? ഇതൊക്കെ നിഷ്പ്രഭമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഭഗവത് ചിന്തയിലേക്ക് മനസ്സ് തിരിഞ്ഞു. അന്നു മുതൽ ഗജേന്ദ്രനും ഇന്നും നമ്മൾ വണങ്ങുന്ന ഒരു ഭഗവത് ഭക്തരുടെ ശ്രേണിയിൽ ഇടം പിടിക്കുകയും ചെയ്തു. അതല്ലായിരുന്നുവെങ്കിൽ ആ മതത്തിൽ തന്നെ ആയിരുന്നു മൃത്യുവിന് കീഴടങ്ങേണ്ടി വന്നിരുന്നതെങ്കിൽ ഒരിക്കലും ഗജേന്ദ്രൻ എന്നത് ഒരു പുണ്യകഥാപാത്രമായി ഭാഗവതത്തിൽ എത്തിപ്പെടുകയില്ലായിരുന്നു. ഭഗവാന്റെ അത്ഭുത ലീലകൾ വർണ്ണിക്കുന്നിടത്ത് നമ്മൾ ആ ഗജേന്ദ്രനെ സ്മരിക്കില്ലായിരുന്നു. ഗജേന്ദ്രൻ്റെ പാദങ്ങളെ പിടിച്ച ആ മുതലയ്ക്കു പോലും മോക്ഷം കൊടുത്ത ഭഗവാൻ ഇന്ന് ആ മുതലയും നമ്മുടെയൊക്കെ പാദസ്മരണകൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ അത് ആ ഗജേന്ദ്രനിൽ തൻ്റെ ഉള്ളിലെ മതത്തെ നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതെയാക്കിക്കൊണ്ട് തനിക്ക് ബലമെന്ന് കരുതിയിരുന്നതൊക്കെ നിഷ്പ്രഭമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാൻ കാണിച്ച സന്മനസ്സുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്നും ഈ കഥകളൊക്കെ കേൾക്കാനും പറയാനുമൊക്കെ അവസരമുണ്ടായത്. അപ്പോൾ ഇത് അവസാനത്തെ ഈ ശ്ലോകത്തിലൂടെ ശ്രീശുക മഹർഷി നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണിത്. ഒരു പൊതു തത്വം എന്ന രീതിയിൽ, അല്ലെങ്കിൽ കംസനും കൂട്ടാളികൾക്കും വരാൻ പോകുന്നത് എന്താണെന്ന് മുൻകൂട്ടി കാണിച്ചു തരുന്നതിലൂടെ, മുൻകൂട്ടി പ്രവചിച്ചതിലൂടെ നമുക്കുള്ള ഒരു ഉപദേശം കൂടിയാണിത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ആയുശ്രിയം യശോ ധർമ്മം ലോകാനാശിഷ ഏവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയു എന്ന് പറയുന്നിടത്ത്, അതുപോലെ അവസാനത്തെ വാക്കിൽ മഹദതിക്രമ, അവിടെയും വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ലോകാനാശിഷ, അവിടെ നായ്ക്ക് ആശിഷ, അവിടെ ഒന്ന് ദീർഘം ആകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് മഹദതിക്രമ, അവിടെ ദായ്ക്ക് അകാരം കൊടുക്കുക, അതിക്രമ, അവിടെയും ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ള വായിക്കുമ്പോൾ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. വിസർഗവും ഈ രണ്ട് ചെറിയ വാക്കുകളും ഇത്രയുമാണ് അതിൽ ശ്രദ്ധിക്കാൻ. ലോകാനാശിഷ മഹദതിക്രമ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു അധ്യായം കൂടി അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒന്ന് അർത്ഥവിചാരം ചെയ്ത്, ഭഗവത് പാദങ്ങളിൽ അർത്ഥവിചാരം ചെയ്തു എന്ന് പറയുക വയ്യ, അർത്ഥവിചാരം ചെയ്യാനൊരു ശ്രമം നടത്തി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.